ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ജസ്റ്റ് പ്രാഗിന് പോവാണ്. ഇന്നോട്ടാണ് നമ്മുടെ ട്രാവൽ തുടങ്ങുന്നത്. ആക്ച്വലി നമ്മൾ നേരത്തെ എണീച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 17 ഡിഗ്രിയാണ് കേട്ടോ, അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് കൂടുതലും ജർമ്മനിയിലാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻ ടിക്കറ്റ് എടുത്താൽ മതി, 63 യൂറോ കൊടുത്ത്, അല്ലെങ്കിൽ പോകുമ്പോൾ എടുത്താൽ മതി. കാരണം ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൽ ഒരുപാട് ജർമ്മനിയുടെ കളികളില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ജർമ്മൻ ടിക്കറ്റ് എടുത്തില്ല, 63 യൂറോയുടെ. നീ ഇതൊന്ന് കൊമ്മ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോട്സ്ഡാം എത്തിയിരിക്കുകയാണ്. നമുക്ക് മെല്ലെ അടുത്ത ട്രെയിൻ പിടിച്ച് പോവാം. ഈ ഒരു സ്റ്റേഷനാണ് പോല. ഇനിയൊരു ട്രെയിൻ പിടിച്ച് ഒരു ട്രെയിൻ കൂടി പിടിക്കണം. അപ്പോൾ നമ്മളൊരു 6-6:10 ആകുമ്പോഴേക്കും എത്തും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ്, നമ്മുടെ ഫ്ലിക്സ് ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് നടക്കാതെ ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഫൈനലി നമ്മുടെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നടന്നു പോകണം. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് അവിടുന്ന് ബസ്സിൽ പോവാം. 7 മണിക്കാണ് നമ്മുടെ ബസ്. പക്ഷേ ഇതിപ്പോൾ വേഗം എത്തി. നമ്മൾ 6 മണി തന്നെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ബസ് സ്റ്റേഷൻ, നമ്മുടെ ബെർലിൻ്റെ. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഏത് പ്ലാറ്റ്ഫോമാണ് നോക്കിയിട്ട് നമുക്ക് അവിടെ റെഡിയായി നിൽക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് ഇപ്പോൾ വരും. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ചെക്ക് റിപ്പബ്ലിക് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് തോന്നുന്നത്. ഫ്ലിക്സ് ബസ്സാണ്. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ പ്രാഗ് എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബസ് ജേർണി ഫ്ലിക്സ് ബസ്സിൽ? അടിപൊളി. എങ്ങനെ തോന്നുന്നു അമ്മയ്ക്ക്? നല്ല സൗകര്യമായിരുന്നു. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ റൂം എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ അരമണിക്കൂർ. ഇതാണ് റൂം. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്, 2 ബെഡ്, ഒരു TV ഒക്കെ ഉണ്ട് കേട്ടോ. TV, ഇവിടെ ഒരു ഡൈനിങ് ടേബിള്, ബോർഡ് ലൈറ്റ് അല്ല, നല്ലൊരു കിച്ചൺ, ഗ്യാസ് ഒക്കെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പാണ്, നല്ലൊരു റൂമാണ്. ക്ഷീണമായില്ലേ ഇത്തിരി? നടന്നിട്ട്. അച്ഛനോ? ക്ഷീണമൊന്നുമില്ല. ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് വിശേഷം നോക്കാം. ആദ്യം നമ്മൾ ഓർഡർ ചെയ്യിക്കുന്നത് മാംഗോ ലസ്സിയും സാദാ ലസ്സിയുമാണ്. അച്ഛൻ പറയും മാംഗോ ലസ്സി. അമ്മ കുടിച്ചിട്ട് റിവ്യൂ പറ, ഓണസ്റ്റ് റിവ്യൂ. മാംഗോ ലസ്സി 10ൽ എത്ര കൊടുക്കാം? 8 കൊടുക്കും. നമ്മളൊരു റൈസും യോഗേർട്ടും. കയ്യാലെ കഴിച്ചോപ്പാ, നീ സ്പൂണാലൊന്നും അല്ല, കയ്യാലെ കഴിച്ചോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടേ മദ്രാസ് താലി എത്ര എന്തോ, ബാസ്മതി റൈസും. ഇതെന്നെ അറിയത് എന്നോ സാധനം തന്നല്ലേ. ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അച്ഛൻ്റെ റിവ്യൂ പറയാം. വെരി ഗുഡ് ഫുഡാണ്. വെജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ലിമിറ്റേഷൻ കേട്ടോ. ആക്ച്വലി നോൺ വെജ് ആണ് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാം. നാളെ ഒരു ഫുൾ ദിവസമുണ്ട്. ഇന്ന് നമുക്ക് വൈകുന്നേരം ഇറങ്ങാം, ഒരു 6 മണിയാകുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട്. 2 ദിവസം പ്രാഗ്, ഓൾമോസ്റ്റ് 1.5 ദിവസം എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ആദ്യം നമ്മൾ പ്രാഗിൻ്റെ വിശേഷമൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. സോ ഗൈസ്, നമ്മൾ
ഒരു റെസ്റ്റൊക്കെ എടുത്ത് മണി 6 മണിയായി, എല്ലാവരും കൂടെ പുറത്തു പോയി. എന്നാ റെസ്റ്റ് എടുത്തടാ. ഒരു അധികം വെയിലൊന്നുമില്ല, നല്ലൊരു ടൈമാണ് ഇപ്പോൾ വാക്കിനൊക്കെ. പിന്നെ 9:10 സൺസെറ്റ്. അതുകൊണ്ട് ഈ ഒരു ജൂൺ ജൂലൈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഡേ ലൈറ്റ് ആയിരിക്കും. അത് യൂട്ടിലൈസ് ചെയ്യാണ് ആക്ച്വലി നമ്മൾ. നമ്മളിത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പൊക്കെ ഇട്ട്, തിരക്ക് വലിയ കുഴപ്പമില്ല. അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ പരിപാടികൾ. 4 100. അപ്പൊ ഏകദേശം സമയം അതാ അത് ഗൈഡൊക്കെ ടൂർ ഗൈഡ് 7 മണി ആവാറായി. അപ്പോൾ നമ്മൾ എന്തായാലും 7 മണിക്ക് ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. എല്ലാ മണിക്കൂറിനും ഇതിന് ആ ഒരു പരിപാടി ഉണ്ടല്ലോ, കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, പ്ലേ പോലെ. അപ്പോൾ അത് കാണാം. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നിരിക്കുകയാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കണ്ടിട്ട്. ഹലോ ഗൈസ്, നിങ്ങൾ പ്രാഗിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ അച്ഛനമ്മയൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു കോഫി കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കണം, അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് തോന്നിയാൽ എപ്പോഴും ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ സാപ്ക ഇത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈസ്, നല്ല നമ്മുടെയൊക്കെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രൈസിലാണ് കിട്ടുന്നത്. ഐ മീൻ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വളരെ കുറവാണ്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, എല്ലാം കൂടെ 3-4 യൂറോയാകും. 3 കോഫിയും കുറച്ച് സ്നാക്സും ജ്യൂസും ക്യാൻസും ഇതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ സംഭവം നിങ്ങളും ഇതേപോലെ വരികയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്നാമത് ചെക്കിൻ്റെ ഓത്തൻറ്റിക് ആയിട്ടുള്ള സ്നാക്സ് കിട്ടും, പ്ലസ് നമുക്ക് പൈസ ഒരുപാടാകുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 1 മണിക്കൂർ അവിടെ കറങ്ങി. അച്ഛനമ്മയൊക്കെ ക്ഷീണിച്ചു, ഞാനും ക്ഷീണിച്ചു. നമ്മൾ വീട്ടിൽ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടെടുത്തുണ്ടല്ലോ, അവിടെ പോണ വഴിക്ക് വല്ല ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് രാത്രിത്തെ ഫുഡ് കഴിക്കാം. അതാണ് ഇപ്പോൾ പരിപാടി.